പരാധീനതകൾ കണ്ടെത്തണത്. എന്തുകൊണ്ട് ഉടമ്പടി എത്രയും വേഗം നിറവേറ്റാൻ ഒരു വ്യക്തിയുടെ നിലപാട് എന്താണ്, എന്ത് നിലപാട് കൈവരിച്ചാൽ ഉടമ്പടി പെട്ടെന്ന് ആക്റ്റീവ് ആകുമെന്നുള്ളത് ജോഷുവയാണ് പറയണത്. എന്താണ്? നിങ്ങൾ പിറുപിറുക്കരുത്, പിന്നെന്താണ്? മത്സരിക്കരുത്. അതായത് പിറുപിറുപ്പ് സ്വന്തം കഴിവുകേടിനോടാകാം, മറ്റുള്ളവരോട് അസൂയയാകാം. അതുപോലെ മത്സരിക്കണത് ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ജീവിക്കാൻ വേണ്ടിയുള്ള ബോധപൂർവ ശ്രമമാകാം. അതെല്ലാം ഉടമ്പടിയിൽ നമ്മുടെ വില്ലത്തരങ്ങളായിട്ട് വരും. അതായത് ഈ ഉടമ്പടിയിൽ വരുന്നൊരു വിഷയമാണത്. അതുകൊണ്ടാണ് മാറായിലെ വെള്ളം കഴിക്കാൻ കാര്യം. ചില ആൾക്കാർ കർത്താവിന് മത്സരിക്കുകയോ പ്രാർത്ഥിക്കും. പിന്നെ പ്രാർത്ഥിക്കുന്നവർക്കാണ് അതെല്ലാം കിട്ടണത്, പ്രാർത്ഥിക്കുന്നവരാണ് ജയിക്കണത്, പ്രാർത്ഥിക്കുന്നവരാണ് ജോലി കിട്ടണത്, പ്രാർത്ഥനയിലേക്ക് കിട്ടുമോ നോക്കട്ടെ എന്നൊക്കെ പറയത്തില്ലേ. ചില ആൾക്കാർ 2 വെള്ളിക്കും ചവിട്ടും. നമ്മളിപ്പോൾ ദൈവത്തിൽ നിൽക്കുമ്പോൾ ദൈവത്തിൽ മാത്രം നിൽക്കണം. അതിനിടയ്ക്ക് എന്തെങ്കിലും തരത്തിൽ ഉത്തരം താമസിച്ചു പോയാൽ അവർക്ക് കിട്ടിയല്ല, ഇവർക്ക് കിട്ടിയല്ല, അവർ പ്രാർത്ഥിച്ചിട്ടാണ് കിട്ടിയത്, അവർക്ക് ഉടമ്പടി എടുത്തിട്ടാണ് കിട്ടിയത്, എന്നിട്ട് അവർ ക്യാനഡായി പോയല്ലോ, ഞാനിതെല്ലാം കഷ്ടപ്പെട്ടിട്ടില്ലേ, എന്നിട്ട് എനിക്കൊന്നും കിട്ടിയില്ല. ഇതാണ് മറുതലിപ്പെന്ന് പറയുന്നത്. മറിച്ച് നമുക്കറിയില്ല, ഉടമ്പടിയുടെ ഏറ്റവും വലിയ നിയോഗം എന്താണ്? ദൈവത്തിൻ്റെ ആനുകൂല്യങ്ങളല്ല, ദൈവം തന്നെയാണ്. ഈ ദൈവം തന്നെയാണ് ഉടമ്പടി ഏറ്റവും വലിയ നിയോഗങ്ങൾ എന്ന് നീ തിരിച്ചറിയുന്നവരെ മറുതലിച്ചുകൊണ്ടേയിരിക്കും ചിലരെ. ദൈവത്തോടുള്ള മറുതലിപ്പെന്ന് പറയുന്നത് എനിക്ക് എപ്പോഴും തോന്നിയിരിക്കുന്നത്, ഈ മോസസ് ജനങ്ങളോട് സംസാരിക്കത്തില്ലേ, അന്ന് മൈക്കില്ലല്ലോ. അത് കാരണം ഈ ആൾക്കാർ പറഞ്ഞ് പിടിപ്പിക്കണമെങ്കിൽ 50 പേരോട് പറഞ്ഞിട്ട് 50 പേര് മറ്റ്50 പേരോട് പറഞ്ഞ് അവർ അപ്പുറത്ത് 50 പേരോട് പറഞ്ഞാൽ ഇങ്ങനെയാണ് ആ ആദ്യകാലങ്ങളിലൊക്കെ ഈ വചനം പ്രസംഗിക്കണത്. പക്ഷേ ഇതിൻ്റെ അകത്ത്